ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദൃശ്യ സാറ്റർഡേ. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് എൻ്റെ വീട്ടിൽ മറ്റന്നാൾ സൺഡേ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എൻ്റെ ഫ്രണ്ട് വരാനുള്ള എല്ലാ റൂമും നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോവുകയാണ്. ഇങ്ങനെ ഇരുന്ന റൂം ഇങ്ങനെയായി അങ്ങനെയൊക്കെ പറയില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. വരൂ ഗൈസ്, വരൂ. എന്നാണെങ്കിൽ ഇപ്പം നമ്മൾ കൊണ്ടിരിക്കുകയാണ്. വരൂ. ഇങ്ങനെ റൂമാണ്, ഇങ്ങനെയുള്ള റൂമാണ് കണ്ട്, ഇങ്ങനെയുള്ള റൂമാണ്. ഞാനാണെങ്കിൽ സാധാരണ ഇങ്ങനെ സ്പ്രേ ഇടുമ്പോൾ തന്നെ ആ ബുക്ക് എല്ലാം കൂടെ വലിച്ചറിയിട്ട്, അപ്പോൾ ഈ ഒരു റൂം മാത്രമാണ് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നത്. അതും സാധാരണ ഇത് മറ്റേ എൻ്റെ പേസ് കളേഴ്സ് അതൊക്കെ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വരണുണ്ട്, നമുക്കൊരു നന്നായിട്ടൊരു ഗെറ്റപ്പ് വേണ്ടേ. അത് ഈ റൂമല്ല, വേറെ റൂമാണ്. അതും ഇതേപോലെ തന്നെ കൊളായിട്ട് എടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യണം. വരും. അപ്പോൾ ഇങ്ങനെയുള്ള റൂമിനെ ഞാൻ പിടിച്ച് നേരെ ക്യാമറ ആക്കിയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കണ്ട, ഇതൊക്കെ കണ്ട. യോ ബിക്കോസ് നമ്മളിപ്പോൾ ക്യാമറ ഇപ്പോൾ പോവുമായിരുന്നു. നിങ്ങൾ കുറച്ചിങ്ങനെ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കാതെ, എന്ന് വെച്ചാൽ ഇതാണെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ കൈ വിട്ട് പോണതാണ്. സാധാരണ ക്യാമറയൊക്കെ തിരിച്ചു പിടിക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരണതാണ്. ഇതെന്തോ പെട്ടെന്ന് പോയിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ കാണിക്കാമേ. അപ്പോൾ ഇങ്ങനെയുള്ള റൂമാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ സാധനം കാണിക്കും വരുന്നത്. 1 2 3 സ്റ്റാർട്ട്. ഇങ്ങനെ ഒരു അടിക്കുമ്പോൾ ഞാൻ റൂം ചേഞ്ച് ചെയ്യുവേ. നമ്മളിതാ അടുത്ത റൂമിൽ എടുത്തി. ഇതാണ് എൻ്റെ അടുത്ത റൂം. ഇതും കുറച്ച് വൃത്തിയൊന്നും അല്ല, എന്നാലും കുറച്ച് ക്യാലണ്ടർ, ഒരു നല്ല നീറ്റായിരിക്കണം. ഇത് കുറച്ച് ഇങ്ങനെ ഒരു പിങ്ക് കളർ ഷെയ്ഡ് ഗേൾസ് റൂം പോലെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ലൈറ്റ് സെറ്റിങ്സ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് കുറച്ചൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഈ ബെഡൊക്കെ പിങ്ക് കളറൊക്കെ ആയിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് സെറ്റാക്കി ഈ ഒരു ബെഡ്ഷീറ്റ്, ബാക്കിയെല്ലാ ബെഡ്ഷീറ്റൊന്ന് മാറ്റിയിട്ട് ഈ ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഇതോടെ നിങ്ങനെ ഒന്ന് വിരിച്ച് ഇതൊന്ന് സോഫയൊക്കെ ഒരു പിങ്ക് കളർ പോലെ എന്തെങ്കിലും ഒന്ന് മാറ്റി എല്ലാം ഇതിൻ്റെ ഒരു ടെഡി ബിയറൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് ഒരു ഫുൾ റൂം ഞാൻ ഒന്നും കൂടെ മാറ്റും. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഒന്നും കൂടെ ഇടേണ്ടതാണ്. ഒരു ഗെറ്റ് റെഡി, റൂം ഗെറ്റ് റെഡിയാണ്. റൂം ഗെറ്റ് റെഡിയിൽ ഒരു ഫുൾ വീഡിയോ ഇടുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനാണെങ്കിൽ വീഡിയോസ് ഇടാൻ പറ്റില്ല. അതൊക്കെ ഒന്നും എനിക്ക് ഇടാൻ പറ്റില്ല. എന്നാലും എക്സാം വരണമുണ്ട്, എനിക്ക് ഒട്ടും ഇടാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒന്നും ഒരു എക്സാമും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ ഇടുകയാണ്. ഉറപ്പായിട്ട് ഞാൻ ഇപ്രാവശ്യം ഞാൻ ഈ റൂം ഗെറ്റ് റെഡി എൻ്റെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ എന്താണ്, ഇതാണ് എൻ്റെ ബെഡ്. അപ്പോൾ ബെഡിലാണ് ഇങ്ങനെ നിറയെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ബെഡിലല്ലേ ഇങ്ങനെ സാധാരണ ഇരുന്ന് കളിക്കാറും പതിവ്. വരുന്ന ടെഡി ബിയർ വെച്ച് കളിക്കാനും ഫ്രണ്ട്സിനൊക്കെ അങ്ങനെയൊക്കെയല്ലേ ഇഷ്ടം. അപ്പം നമ്മൾ ബെഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്താൽ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുള്ളൂ. എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞാൽ അതൊന്നും വേണ്ട, എൻ്റെ വീട് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഒരു ചേഞ്ചിന് വേണ്ടി വേണ്ട. അപ്പം ഞാൻ ഒരു പിങ്ക് കളർ ഒരു സ്കിൻസൊക്കെ വെച്ച് കുറച്ച് റെഡിയാക്കി വെക്കാൻ പോവാണ്. പിന്നെ അവൾക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ. പിന്നെ ഞാൻ എന്തോന്ന് വീഡിയോ ഇടുമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ റൂം എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടാനാണ്. അപ്പം നാളെ തന്നെ ഞാൻ വീഡിയോ ഇടും. ബിക്കോസ് സൺഡേ ആണ്, നാളെ സാറ്റർഡേ ആണ്. അപ്പം മറ്റന്നാൾ സൺഡേ എൻ്റെ ഫ്രണ്ട് വരുന്നതാണ്. അപ്പം നാളെ തന്നെ, നാളെ ഒരു 8 o'clock അതേപോലെ സമയത്തിലൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പം സംടൈംസ് ഞാൻ ചിലപ്പോൾ മറന്നു പോയിരിക്കാം, എന്നാലും ഞാനൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ട്രൈ ചെയ്യാൻ ഞാൻ. എന്നാലും നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ട് നോക്കാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, നടുക്കുന്ന ബെല്ലും ക്ലിക്ക് ചെയ്തിട്ട് പോകണം. ഓക്കെ, അപ്പം ഞാൻ വേറെ ഒന്നും പറയാനില്ല. എന്നാലും ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂമൊന്ന് കാണിച്ചു വന്നത്. പുതിയൊരു വീഡിയോക്ക് ഞാൻ ഇനി അടുത്ത് വരും. എന്നാലും ഈ റൂം ഞാൻ ഒന്ന് ചുമ്മാ ഒന്നിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ റൂം. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതിനൊക്കെ എടുത്തിട്ട് ഒരു പിങ്ക് ഷീറ്റോ അല്ല എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും കളറുള്ള ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു ലാമ്പോ എന്തെങ്കിലും ഒന്ന് സെറ്റപ്പ് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഈ പിങ്ക് കളർ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് നീറ്റാക്കി ഇതൊക്കെ ചെയ്തിട്ട് അവിടെയൊക്കെ ഒന്ന് മാറ്റി. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു റൂം പോലെ ഞാൻ ഒരു കളിക്കാനുള്ള ഒരു സാധനം പോലെ ഞാൻ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഞാനാണെങ്കിൽ ചിലപ്പോൾ ക്ലേ ഒക്കെ എടുത്ത് വാങ്ങിയിട്ട് അവിടെയൊക്കെ വയ്ക്കും. കിച്ചൺ സെറ്റൊക്കെ എനിക്കുണ്ട്, അപ്പോൾ അതൊക്കെ വയ്ക്കും. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ഒരു റൂം സെറ്റപ്പ്, റൂം ഗെറ്റ് റെഡി വിത്ത് ഒരു ഉറപ്പായിട്ടൊരു വീഡിയോ ഇടും. അത് നിങ്ങൾ കണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ എങ്ങനെയാണ് ചെയ്യണത് അതൊക്കെ നോക്കണം.
താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. ആരൊക്കെ വാച്ചിങ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനാണ് ഭയങ്കര സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് വല്ല ചാനലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഞാൻ അതിനെല്ലാത്തിനും സബ്സ്ക്രൈബും ചെയ്തിട്ട് ഞാൻ ലൈക്ക് കൂടെ എല്ലാത്തിനും ഡെയിലി ഞാൻ ഒരു ഡെയിലി ഞാനാണെങ്കിൽ കമൻ്റ് ഇടാം. ഓക്കെ, ദാറ്റ്സ് യുവർ വിഷ്. ഓക്കെ, നിങ്ങൾ അതേപോലെ വിഷാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി അടുത്ത ഞാനാണെങ്കിൽ ഇനി വല്ല ഷോർട്ട് ഫിലിമിലോ എന്തെങ്കിലും ഞാൻ ഇങ്ങനെ വല്ല എന്തെങ്കിലും നമുക്ക് നിങ്ങൾ അതേപോലെ വല്ല കണ്ടെങ്കിൽ പ്ലീസ് ഗിവ് മീ സപ്പോർട്ട്. ഇത്രയേ ഉള്ളൂ ഞാൻ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിൽക്കുന്ന ബെല്ലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്, ഹാർട്ട് യു ഓൾ. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. എന്ന് വെച്ചാൽ ആരൊക്കെയാണ് എഡിറ്റ് ചെയ്യണത്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര അറിയാൻ പറ്റും. പക്ഷെ ചിലതൊക്കെ ആണെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടും ചില സമയത്ത് ഇങ്ങനെ വരില്ലല്ലോ. അതേപോലത്തെ എഡിറ്റ് ചെയ്യാൻ ആർക്കൊക്കെ അറിയാമോ ഒന്ന് കമൻറ്റിൽ ഇടണം. താഴെ കമൻറ്റിലൊക്കെ ഇടണം ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഇപ്പോൾ ഡെവലപ്പ് ചെയ്തേ ഉള്ളൂ. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഒന്ന് കമൻറ്റിലൊക്കെ ഇടണം. ഈ വീഡിയോ ഫുള്ളും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്, ഹാപ്പി ഓൾ.